അല്ല, നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ? അതെന്ത് ചോദ്യ ചങ്ങായി? ഫോണിൽ നോട്ടിഫിക്കേഷൻ വരാണ്ട് എന്തെല്ലാം നോട്ടിഫിക്കേഷൻ വരൂ എന്ന് ചോദിക്കണ്ട. ഞാൻ ചോദിച്ചതല്ല, നിങ്ങളെ ഫോണിൽ ഈ വൃത്തികെട്ട സൈസ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ? ചില ആൾക്കാർ പറയുന്നേക്കാം, ഫോൺ ഓപ്പൺ ചെയ്യുന്ന നേരം പോപ്പപ്പ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ കാണാൻ ലോക്ക് സ്ക്രീനിൽ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ ഇവിടെ തീർത്ത് ന്യൂഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, പല രീതിയിലുള്ള നാണം കെട്ടുപോകുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ. ഇത് എഴുന്ന വരുന്നത്, ഇതെങ്ങനെ ഒഴിവാക്കാം? പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയം കേട്ടോ ഇത്. നമുക്കിന്ന് ആ നോട്ടിഫിക്കേഷൻ അങ്ങ് ഒഴിവാക്കാം. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ സാധാരണ വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലത്തെ മെസ്സേജിങ്, കോള്, അതിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അതിലൊന്നും ആവശ്യമില്ലാത്ത സൈസ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസ്പ്ലേ ആകില്ല. പിന്നെ നമ്മൾ ഓരോ ആവശ്യത്തിന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ഒക്കെ ആഡ്സ് വരിക അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. മിക്കവാറും ആപ്ലിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ തരുന്നത് അതിൻ്റെ എന്തെങ്കിലും ഫീച്ചർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എവിടുന്ന ഇത് വരുന്നത്? പറയുന്നതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കേട്ടോ, കുഞ്ഞുമോക്കെന്തോ പറയേണ്ടോ അല്ലേ, അന്ന് കേട്ടുക. ഞങ്ങളുടെ പുതിയ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓളേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് MRK ആർട്ട് വേൾഡിൽ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ അതിനും കൊടുത്തേക്കൊരു ബൂസ്റ്റ്. ഇത് വരുന്ന എഴുന്ന വെച്ചാൽ നിങ്ങൾ ഓരോ സൈറ്റുകൾ കൊടുക്കുന്ന അപ്രൂവലുകൾ. ഇപ്പം നമ്മൾ ഡീഫാൾട്ടായിട്ട് ഉപയോഗിക്കുന്ന ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഈ ഗൂഗിൾ ക്രോമിൽ കൂടിയാണ് നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഗൂഗിൾ ക്രോമിലേക്ക് കൂടെ ഞാനൊരു വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജിലേക്കൊന്ന് പോയി നോക്കട്ടെ. ജസ്റ്റ് ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേജ് ഓപ്പൺ ചെയ്താന്ന് ഏത് പേജാണെന്ന് അറിയില്ല കേട്ടോ. ഏത് പേജായാലും ഇതൊന്ന് കാണിച്ചു തന്നാൽ പോരെ. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് കയറി ചെല്ലുന്ന നേരം, അതിപ്പോൾ നല്ല സൈറ്റാവാം അല്ലെങ്കിൽ മോശം സൈറ്റാവാം, ഏത് സൈറ്റായാലും അതിലൊരു നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് വരും. ചിലതിൽ ഇങ്ങനെ വരും, ചിലതിൽ ഇവിടെ ഒരു പോപ്പപ്പ് ആയിട്ട് വരും. അതിൽ ഒരു സൈഡിൽ അലോ എന്നുണ്ടാവും, ഒരു സൈഡിൽ ബ്ലോക്ക് എന്നുണ്ടാവും. ഇതിലുള്ള ഐ വിൽ ഡു ദിസ് ലേറ്റർ എന്ന്. എന്ത് ചെയ്യും? സാധാരണ നമുക്ക് ആ സൈറ്റ് പോകാനാകില്ല, ഇത് അലോ ചെയ്തിക്കില്ല എന്ന് വിചാരിച്ച് അതങ്ങ് അലോ ചെയ്തേക്കും. 90% ആൾക്കാരും ഇത് അലോ ചെയ്യുക. അത് അലോ ചെയ്യുന്നതിനുള്ള കുഴപ്പം എന്താ വെച്ചാൽ, ഈ സൈറ്റിന് നമുക്ക് ഇഷ്ടം പോലെ നോട്ടിഫിക്കേഷൻ എങ്ങനെ തരാം. ആഡ്സ് ആയിട്ടും അവരെ നോട്ടിഫിക്കേഷനായിട്ടും ഒക്കെ ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ തരാം. അതിപ്പോൾ ചില സൈറ്റിൽ നിന്നൊക്കെ നല്ല നോട്ടിഫിക്കേഷൻ ആയിരിക്കും, എന്നാലും ചില സൈറ്റിൽ നിന്ന് വെറും വൃത്തികെട്ട നോട്ടിഫിക്കേഷനാണ് വരിക. ചില സമയത്ത് ചില ഫോണൊക്കെ എടുത്ത് നോക്കുന്ന നമ്മൾ കുറവായി പോകും. എങ്ങനെ നമുക്കിത് ഓഫ് ചെയ്യാം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്താൽ മേലെ 3 ഡോട്ട് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയോ? ഇവിടുന്ന് ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതങ്ങ് ഓഫായി കളയും. അങ്ങനെ ഓഫാക്കി കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് നമുക്ക് ചില അത്യാവശ്യ നോട്ടിഫിക്കേഷൻ ഒക്കെ വരേണ്ടി വരും, അതും ഉണ്ടാകില്ല. നമുക്ക് സൈറ്റുകളിൽ നിന്ന് മെസ്സേജ് വരാണ്ടിരിക്കണം, നോട്ടിഫിക്കേഷൻ വരാണ്ടിരിക്കണം. അതിന് ചെയ്യേണ്ടത് താഴേക്ക് പോവുക, താഴെ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് കാണും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, അതെടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അലോ ചെയ്ത സൈറ്റുകളൊക്കെ കാണാം. ഏതൊക്കെ സൈറ്റിൽ നിന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്ന് അലോ ചെയ്ത് കൊടുത്ത നോട്ടിഫിക്കേഷനൊക്കെ കാണാം. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ബ്ലോക്ക് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്ത സൈറ്റുകളും ഇവിടെ കാണാം. അത് വേണമെങ്കിൽ ഈ അലോ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതൊന്നല്ല നമ്മളെ ആവശ്യം. നോട്ടിഫിക്കേഷൻ മൊത്തത്തിൽ വരാണ്ടിരിക്കാൻ, സൈറ്റുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നങ്ങ് ഓഫാക്കി കളഞ്ഞേക്കാം. അത് ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു സൈറ്റിൽ നിന്നും നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയില്ല. വൃത്തികെട്ട ആ നോട്ടിഫിക്കേഷൻസ് ഇതിങ്ങനെ താത്തുന്ന നേരം ഫുള്ളായിട്ട് ഇങ്ങനെ കാണുന്നത് അതങ്ങ് ഒഴിവാവും. അതുപോലെ ഫോൺ ലോക്ക് ചെയ്തിട്ട് തുറക്കുന്ന നേരം ലോക്ക് സ്ക്രീനിലുണ്ടാവും പോപ്പപ്പ് ആയിട്ട് വന്ന് നിൽക്കുന്ന തുണിയില്ലാത്ത നോട്ടിഫിക്കേഷനൊക്കെ അതും ഉണ്ടാകുകയില്ല. സംഭവം തിരിഞ്ഞിക്കോ? ആർക്കറിയാം, തിരിഞ്ഞോരിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കുക. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.